ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയതാണ്. വളരെ ഒരു അവയർനെസ് വീഡിയോ ആണ്. അതിൻ്റെ വീഡിയോ ടൈറ്റിൽ എന്ന് പറയുന്നത് ചേസ് ടു റാബിറ്റ്സ് അറ്റ് ദ സെയിം ടൈം ബോത്ത് വിൽ എസ്കേപ്പ്. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് റാബിറ്റിനെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഒന്നിനെയും കിട്ടത്തില്ല, രണ്ടും രക്ഷപ്പെടും. അപ്പോൾ ഇതിൽ കൂടെ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഫോക്കസ് എല്ലാത്തിനും. നമ്മുടെ ബ്രെയിനിന് ആ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കാര്യത്തിൽ രണ്ട് കാര്യം ഒരേ സമയത്ത് അതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഫോക്കസ് ജീവിത വിജയത്തിന് വളരെ അനിവാര്യമാണ്. പല കാര്യങ്ങളിലായിട്ട് ശ്രദ്ധ വെച്ചാൽ ഒന്നിലും വിജയിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ കൂടെ തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു മെനി തിങ്സ് സെയിം ടൈം. പല കാര്യങ്ങൾ ചെയ്യാം, ഒന്ന് സക്സസ് ആയിട്ട് പിന്നെ അടുത്തതിലോട്ട് പോകും. അതേസമയം ഒരേ സമയത്ത് പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ഒന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ആളുകൾ മൾട്ടി ടാസ്ക് ചെയ്യാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളിലും സെയിം ടൈമിൽ എൻഗേജ്ഡ് ആവുന്നു. അപ്പോൾ ഈ പ്രോവർബ്, ഈ പഴഞ്ചൊല്ല് പറയുന്നത് ഇത് ചലഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ഒരേ സമയം കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ഈ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഇത് സ്കാറ്റർ ചെയ്തു പോകും. ആ ഫോക്കസ് കിട്ടാതെ നമ്മൾ ഈ ഒന്നിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മളെ പവർ മൊത്തം കൊടുക്കുമ്പം അതിന് ഭയങ്കര ശക്തിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്കമും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ. അപ്പോൾ നമ്മളെ ശക്തി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല ഇതിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഫോക്കസ് ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയം അല്ലെങ്കിൽ സക്സസ് കിട്ടും. അറിവ്, ഈ വിസ്റ്റം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. വർക്കിലായിരുന്നാലും. അപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പം അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലാതെ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വർക്കിലോട്ട് പോകും. റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്യണം. പിന്നെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഏത് കാര്യങ്ങളിലായിരുന്നാലും നമ്മളൊന്ന് ചെയ്യുമ്പം അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ചെയ്യുക. ചില സ്റ്റുഡൻസിനെയൊക്കെ കാണാം, ഇവർ ഒരു സ്റ്റഡി മെത്തേഡൊന്നും ശരിക്കും നല്ലപോലെ പ്ലാൻഡ് ആയിരിക്കില്ല. എക്സാമിനേഷനൊക്കെ അടുത്ത് വരുമ്പോൾ എല്ലാം കൂടെ എല്ലാ സബ്ജക്റ്റുകളും എല്ലാം കൂടെ ഇത് ചെയ്യും. അപ്പം ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. അതിലുള്ള ചില ബിസിനസ് സംരംഭകർ അവർ പല കാര്യങ്ങളിലും തുടക്കം കുറിക്കും. ഇപ്പോൾ പലതിലും ഒരേ സമയത്ത്, അപ്പോൾ പലതും തുടങ്ങാം, പക്ഷേ ഒരേ സമയത്ത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അത് അവർ ഉദ്ദേശിക്കുന്ന ഇതിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അത് പിന്നെ ബേൺ-ഔട്ടും നമ്മൾ അൺഫുൾഫിൽമെൻറ്റ് വേണം, അത് പൂർത്തീകരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ പ്രോവർബ് എൻകറേജ് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ ഏതാണ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒന്നും വിജയിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് ലെസ് ബട്ട് അബൌട്ട് ഡൂയിങ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഏതാണ് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം ഏതാണ് നമുക്കിപ്പോൾ അർജൻറ്റായിട്ടുള്ള, അതിൽ 100% ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് ഇത് വിജയിക്കാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും. അപ്പം ജീവിതത്തിൽ പല ഡസൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരും, ജീവിത പാതകൾ നമുക്ക് വരും. അതിൽ നമ്മൾ തീരുമാനിക്കുക ഏത് പാതയിൽ കൂടെ പോകണം, ഏത് പാതയിൽ കൂടെ വേണമെന്നില്ല, ഒരു സമയത്ത് ഏത് പാതയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത പാത. ബട്ട് യു ക്യാൻ ഓൺലി വാക്ക് 1 path at a time എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു സമയത്ത് ഒരു കാര്യം. നമ്മളെ ബ്രെയിനിന് അങ്ങനെ അത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു
ഒരു അവെയർനെസ് ആയിട്ട് നിങ്ങൾ പലതിലും പല സംരംഭങ്ങളും ഒരേ സമയത്ത് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഏതെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട സംരംഭം ഏതാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഫുൾ ശ്രദ്ധ അതിൽ കൊടുക്കുക, അത് പൂർത്തീകരിക്കുക. ദെൻ ആഫ്റ്റർ അതിന് ശേഷം മറ്റതിലോട്ട് ഇൻവോൾവ് ആവുക. അപ്പം ഈ വീഡിയോ, ഇതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഈ അവയർനെസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ ഇത് വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.